നമസ്കാരം. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായം എന്ന് പറയുന്നത് ചോര പുരണ്ട അധ്യായമാണ്. പെരിന്തൽമണ്ണ താലൂക്ക് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ അങ്ങാടിപ്പുറം വില്ലേജിൽ മാലാപ്പറമ്പ് എന്നൊരു സ്ഥലമുണ്ട്. ആ മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹ ക്ഷേത്ര ഭൂമിയിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് 200ഓളം തകർക്കപ്പെട്ട ക്ഷേത്രഭൂമികളിൽ ഞാൻ പ്രവേശിച്ചിട്ടുണ്ട്. അവിടുത്തെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളും പുനരുദ്ധാരണം ചെയ്തതിന് ശേഷമാണ് അത്തരം ക്ഷേത്രങ്ങളിൽ ഞാൻ എത്തിച്ചേരാറുള്ളത്. അപ്പോൾ അവിടെ ചെന്നാൽ പറയും, ഈ ക്ഷേത്രം പഴയ കാലത്ത് തകർക്കപ്പെട്ടതാണ്, ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടതാണ്, മലബാർ കലാപകാലത്ത് തകർക്കപ്പെട്ടതാണ്, സ്വാഭാവിക തകർച്ച നേരിട്ടതാണ് എന്നൊക്കെ അവിടെയുള്ള ക്ഷേത്ര കമ്മിറ്റിക്കാർ പറയും. പക്ഷെ അതിൻ്റെ തെളിവ് അന്വേഷിച്ചാൽ തെളിവ് കിട്ടില്ല. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര പുനരുദ്ധാരണം കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ പുഴയിൽ ഒഴുക്കണമെന്ന് തന്ത്രിമാർ പറയാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളുടെയും തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും പുഴയിൽ ഒഴുക്കുകയാണ്. അപ്പോൾ വരാനിരിക്കുന്ന തലമുറ, ഇതിനെക്കുറിച്ച് പഠിക്കാനിരിക്കുന്ന ഒരു തലമുറ നമുക്ക് വരാനിരിക്കുക. അവിടെ ഇത്തരം വിഗ്രഹങ്ങളൊന്നും കാണാൻ സാധിക്കില്ല, തകർക്കപ്പെടലിൻ്റെ അവശിഷ്ടം നമുക്ക് കാണാൻ സാധിക്കില്ല. അതൊരു വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന അവശിഷ്ടങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലെ കിണറിൽ നിന്ന് മാന്തിയെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കയറ്റി സ്ഥാപിച്ചതാണ്. നിരവധി വിഗ്രഹങ്ങൾ നമ്മൾ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം പുഴയിൽ ഒഴുക്കുകയുണ്ടായി. അപ്പോൾ അത് കഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ കസ്റ്റഡിയിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിയതടക്കം 1.25 ഏക്കർ ഈ ക്ഷേത്രത്തിനുണ്ട്. 92-ലെ അയോധ്യ സംഭവം നടക്കുന്ന സമയത്താണ് നമുക്കിവിടെ ഇതൊന്ന് പുനരുദ്ധരിക്കണം എന്നുള്ള ബോധം മനസ്സിൽ ഉദിച്ചത്. ഇവിടെ ഹിന്ദുക്കളില്ലാത്തൊരു പ്രദേശമാണ്. മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്നത് രാമസിംഹൻ്റെ ചരിത്രം കൂടിയാണ്. രാമസിംഹൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇവിടെ ചെമ്മങ്കടവ് എന്ന ഒരു മഹലുണ്ട്. ഈ ചെമ്മങ്കടവ് മഹലിലെ പ്രധാനിയായിരുന്നു മൊയ്തു സാഹിബ്. മൊയ്തു സാഹിബിന് ഇംഗ്ലീഷുകാരുമായും ഒക്കെ ബന്ധമുള്ള അവർ പഴയ കാലത്ത് ഹിന്ദുക്കളായിരുന്നു. പിന്നീട് കൺവെർട്ട് ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ അവർ കൺവെർട്ട് ചെയ്ത് പോയതാണ്. അങ്ങനെയാണ് മുസ്ലിങ്ങളായത്. അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ് ആലിപ്പവും ഉണ്ണീനും. ഈ ഉണ്ണീനും ആലിപ്പവും അതുപോലെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഉണ്ണീനും ആലിപ്പവും അവരുടെ ബാല്യകാലത്ത് മതവിദ്യാഭ്യാസം നേടി യാഥാസ്ഥിതിക മുസ്ലിം കുടുംബമായിട്ട് തന്നെ അവർ വളർന്നു. മതത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. ഹിന്ദുക്കളോടോ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളോടോ ഒന്നും അവർക്ക് യാതൊരു ആഭിമുഖ്യവും ഉണ്ടായിരുന്നില്ല, ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളെ അവർ പരമാവധി എതിർക്കുകയും ചെയ്തിരുന്നു. മൊയ്തു സാഹിബിന് ഇംഗ്ലീഷുകാരുമായുള്ള ബന്ധം കൊണ്ട് അദ്ദേഹത്തിന് പാലിപ്പള്ളി റബ്ബർ എസ്റ്റേറ്റിൽ ജോലി കിട്ടി, ഉദ്യോഗസ്ഥനായി ജോലി കിട്ടി. അങ്ങനെ തൃശ്ശൂർ ജില്ലയിലാണ്, തൃശ്ശൂരിലെ പാലിപ്പള്ളി എസ്റ്റേറ്റിൽ ഉണ്ണീന് ജോലി കിട്ടി. ഉണ്ണീൻ ഈ റബ്ബർ തൈ വെക്കുന്നത് മുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് മുതൽ അതിൻ്റെ വിപണനം വരെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചെടുക്കുകയാണ്. അങ്ങനെ ഉണ്ണീൻ്റെ ആ ഒരു ഔദ്യോഗിക തലത്തിൽ ഉണ്ണീനുള്ള ആ ഒരു പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം, നിപുണത കണക്കിലെടുത്തിട്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് ഖാൻ സാഹിബ് പട്ടം കൊടുത്തു. അങ്ങനെയാണ് ഉണ്ണീൻ സാഹിബ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു റബ്ബർ എസ്റ്റേറ്റ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം പാലിപ്പള്ളി എസ്റ്റേറ്റിലെ ഉദ്യോഗമൊക്കെ രാജിവെച്ച് ഇവിടെ വന്നു. ഇവിടെ കുണ്ടറക്കൽ മൂപ്പിൽ നായർ എന്ന് പറയുന്ന ഒരു പ്രമുഖ ജന്മി ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് മുഴുവൻ അദ്ദേഹമായിരുന്നു ജന്മി. ധാരാളം അസംഖ്യം ഭൂമി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഊരായ്മയിലായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത്. ഈ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർന്ന് കാട് പിടിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ സമയത്താണ് 800 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് തുടങ്ങാൻ വേണ്ടി 800 ഏക്കർ ഭൂമി പാട്ടത്തിന് വേണമെന്ന് ആവശ്യപ്പെട്ട് കുണ്ടറക്കൽ മൂപ്പിൽ നായരുടെ അടുത്തേക്ക് ഉണ്ണീൻ സാഹിബ് ചെന്നു. അദ്ദേഹം 600 ഏക്കർ ഭൂമിയാണ് കൊടുത്തത്. അങ്ങനെ 600 ഏക്കർ ഭൂമി കൊടുക്കുമ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്ത്, ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് എതിർവശത്തെ MES മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജ് നിൽക്കുന്ന ആ കുന്നിൻ പ്രദേശവും
അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള മാലാപ്പറമ്പിൽ മാട്ടുമ്മൽ നരസിംഹ ക്ഷേത്ര ഭൂമി ഉൾപ്പെടെയുള്ളതാണ് 800 ഏക്കർ. കുന്നിന് മുകളിൽ അദ്ദേഹത്തിന് ഒരു ബംഗ്ലാവ് പണിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇവിടെ വന്നു ഈ കാട് പിടിച്ചെടുക്കുന്ന ക്ഷേത്രം കണ്ടപ്പോൾ അവിടെ നിന്ന് കൂടെയുള്ളവരോട് പറഞ്ഞു, ഈ ക്ഷേത്രത്തിൻ്റെ കല്ലുകൊണ്ട് ഞാൻ എൻ്റെ ബംഗ്ലാവിൽ കക്കൂസ് പണിയുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം അതര വ്യായാമമായിരുന്നില്ല. ആ കല്ല്, ഈ ശ്രീകോവിലിൻ്റെ കല്ലുകളെല്ലാം എടുത്തു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ കക്കൂസ് പണിതു. അദ്ദേഹം അവിടെ താമസമാക്കി, റബ്ബർ എസ്റ്റേറ്റ് എല്ലാം തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് വയറുവേദന തുടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വല്ലാത്ത അദ്ദേഹം ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ്. ഈ സമയത്ത് തന്നെ ഇവിടെ CP കേശവൻ തരകൻ എന്ന് പറയുന്ന ഒരു അധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കേശവൻ അധികാരിയുടെ അടുത്തെത്തും. അങ്ങനെ കേശവൻ അധികാരിയുടെ അടുത്ത് ഒരു തമിഴ്നാട്ടിലെ ഒരു സിദ്ധയോഗി പതിവായി വരാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഉണ്ണീൻ സാഹിബ് ഈ സിദ്ധയോഗിയെ കാണുകയാണ്. അപ്പോൾ തനിക്ക് ഇങ്ങനെ വയറുവേദനയും അതുപോലെ തന്നെ ജീവിതത്തിലെ അസ്വസ്ഥതകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് തൻ്റെ ജീവിതം ഒരു ദുരന്തമുഖത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഈ സിദ്ധയോഗിയോട് ഉണ്ണീൻ സാഹിബ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറുവേദനയ്ക്ക് ഒരു ഔഷധം കൊടുത്തു. ആ ഔഷധം സേവിച്ച ഉണ്ണീൻ സാഹിബിൻ്റെ അസുഖം മാറുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി ചെറുതായിട്ട് ഈ യോഗിയുമായി അദ്ദേഹത്തിന് കുറച്ചൊരടുപ്പം വരികയാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഉണ്ണീൻ സാഹിബ് പഠിക്കുന്നത്. അങ്ങനെ ഈ ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാല്യകാലത്ത് ഞാൻ പഠിച്ചതല്ല ഹിന്ദുധർമ്മം. ആ ഹിന്ദുധർമ്മമാണ് എൻ്റെ മൂലമായിട്ടുള്ള അടിവേര് കിടക്കുന്നത് എൻ്റെ ഹിന്ദുധർമ്മത്തിലാണെന്ന് ഉണ്ണീൻ സാഹിബിന് തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു പ്രതിക്രിയ എന്ന രീതിയിൽ ഈ തകർന്നു കിടക്കുന്ന ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തു. അങ്ങനെ പുനരുദ്ധാരണം ചെയ്തതോടുകൂടി ഇവിടെയുള്ള മുസ്ലിം മതമൗലികവാദികൾക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. അവർ ക്ഷുഭിതരായി. ഒരു മുസ്ലിമാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നത്. എന്നാൽ രാമസിംഹൻ്റെ അവസ്ഥ എന്താ? രാമസിംഹൻ അനുജനോട് പറഞ്ഞു, ഞാൻ ഹിന്ദുധർമ്മം സ്വീകരിക്കാൻ പോവുകയാണ്. ഇവിടെ കേശവ ശാസ്ത്രികൾ, അതുപോലെ തന്നെ CP കേശവൻ തരകൻ ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേതാക്കന്മാരുമായി ഈ ഉണ്ണീൻ സാഹിബ് ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണീൻ സാഹിബ് ഹിന്ദുധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. തുടർന്ന് അനുജൻ ആലിപ്പുവിനോടും തൻ്റെ ഈ ആഗ്രഹം പറഞ്ഞു. ആലിപ്പൂ ഹിന്ദുധർമ്മം സ്വീകരിക്കാൻ തയ്യാറായി. വെറുതെ സ്വീകരിക്കുകയല്ല, ഹിന്ദുധർമ്മത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഹിന്ദുധർമ്മം സ്വീകരിക്കാൻ തയ്യാറായത്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ മൊയ്തുവും മൊയ്തൂട്ടിയും. ആ മൊയ്തുവിനെയും മൊയ്തൂട്ടിയെയും ഹിന്ദുധർമ്മം പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഡൽഹിയിലെ ബിർള സ്കൂളിൽ ഉണ്ണീൻ സാഹിബ് ചേർക്കുകയാണ്. തുടർന്ന് തൻ്റെ 2 മക്കളെയും താനും അതുപോലെ തന്നെ ആലിപ്പൂവും കോഴിക്കോട് ആര്യസമാജത്തിൽ വെച്ച് ഹിന്ദുധർമ്മം സ്വീകരിച്ചു. തകർക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് 50ഓളം അവശിഷ്ടങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നോക്കൂ, ഈ കാണുന്നത് അടിച്ചുടച്ച ഒരു പീഠമാണ്. ഇതിനകത്ത് വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. ഈ വിഗ്രഹമൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് ഒരു പീഠമാണ്. ഇതും ഒരു പീഠമാണ്. ഇപ്പുറത്ത് കാണുന്ന ഇതും ഒരു പീഠമാണ്. ഇവിടെ തന്നെ ഇതെല്ലാം കിണറ്റിൽ നിന്ന് കിട്ടിയതാണ് എന്നാണ് രാധാകൃഷ്ണേട്ടൻ ഇവിടെ നമ്മളോട് പറഞ്ഞത്. മറ്റ് അവശിഷ്ടങ്ങളൊക്കെ പുഴയിൽ ഒഴുക്കി കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അന്ന് ഇവിടെ ഈ കുളമുണ്ട്, ഈ അമ്പലമുണ്ട്. ഒരു പ്രാവശ്യമായിട്ട് നമ്മുടെ ഈശ്വരൻമാതിരി അങ്ങാടിപ്പുറത്ത് ഇവിടെ വന്നിട്ട് ഒരു പൂജ നടത്തിയായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് പുറമേ ഒരു ഗോവിന്ദൻ ഇവിടെ വന്ന് പൂജ നടത്തിയതും കുറേ ദിവസം പത്നി ചെയ്തിട്ട് സത്യാഗ്രഹം ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി ജനേട്ടനും രാധാകൃഷ്ണനും കുട്ടികൃഷ്ണേട്ടനും എല്ലാം കൂടെ ചേർന്ന് പെരിന്തൽമണ്ണ കോടതിയിൽ കേസ് കൊടുത്ത് അങ്ങനെ ഈ സ്ഥലം നമുക്ക് 72 സെൻറ്റോളം നമുക്ക് പതിച്ചു കിട്ടി.
ഗോവിന്ദൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തെയും കൂട്ടി ഇവിടെ വന്ന് ഞാനും അദ്ദേഹം കൂടെയാണ് ഇവിടെ വിളക്ക് വെച്ചത്. ഈ കാടിൻ്റെ ഉള്ളിൽ കാരണം നമ്മുടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് കേസെടുത്തു. കൊളത്തൂർ പോലീസ് 19 ആളുടെ പേരിൽ കേസായി. ആ കേസ് അവസാനം കോടതി വെറുതെ വിട്ടു. അന്ന് വിളക്ക് വെച്ച ആ ഒരു പ്രകാശം ഇതുവരെ നമ്മൾ കെടാതെ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ. 19 കൊല്ലം 16 കൊല്ലം നമ്മൾ കിളിമണ്ണുകാരായിട്ടും മറ്റുള്ളവരുമായിട്ട് കേസ് കൂടി. അതിനുശേഷം കോടതി നമുക്ക് അനുകൂലമായിട്ട് എക്സ്പെർട്ട് വിധിയാക്കി തന്നു. ആ സമയത്താണ് ഈ രാമസിംഹൻ്റെ അനുജന് അന്തർജനത്തെ കൊടുത്ത മംഗലത്ത് മനക്കാർ അവരുടേതാണെന്ന് പറഞ്ഞൊരു കേസ് അവർ കൊടുത്തു. ആ കേസിൽ നമ്മൾ 3 കൊല്ലം കേസ് നടത്തി. ആ കേസും തള്ളിക്കളഞ്ഞിട്ട് 19 കൊല്ലത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് നമുക്ക് ഈ ക്ഷേത്രവും ക്ഷേത്രഭൂമിയും വീണ്ടും കിട്ടിയത്. അന്ന് ക്ഷേത്രമില്ല. ഇത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ തൂണിൻ്റെ അവശിഷ്ടമാണ്. അതുപോലെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സപ്തമാതൃക്കളുടെ ശില്പമാണ്. ഈ സപ്തമാതൃക്കളുടെ ശില്പം 2ആയി പിളർന്ന് കിടക്കുക, അത് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 900 ഏക്കറോളം സ്ഥലം നമ്മുടെ കക്കൂത്ത് നായന്മാരുടെ പേരിലായിരുന്നു. അത് ഈ ഉണ്ണി സാഹിബിന് 90 വർഷത്തിന് പാട്ടത്തിന് കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഈ പഴയ വിഗ്രഹങ്ങളെല്ലാം എടുത്ത് വെച്ച് ഇതിനെ ആദ്യം ഗേറ്റിൻ്റെ അവിടെ ആയിരുന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അകത്തേക്ക് മാറ്റി. ഇതിനിടയ്ക്കൊരു മോഷണം നടന്ന നമ്മുടെ ഭണ്ഡാരപ്പെട്ടി പുറത്ത് പോയി ആരോ കട്ടുകൊണ്ട് അത് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ അടുത്ത് തന്നെ ഒരു സ്ഥലം നമുക്ക് അവിടെ ഒരു 10-15 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അത് നമ്മളവിടെ ഇങ്ങനെ ചൂട് കിട്ടിയപ്പോൾ അത് അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ബഹളം ഉണ്ടാക്കി. ആലിപ്പൂ ആകട്ടെ, ഈ ദയാസിംഹനാകട്ടെ വേദം ഗ്രഹിക്കുകയും ഉണ്ണീൻ സാഹിബിൻ്റെ അതായത് രാമസിംഹൻ്റെ താല്പര്യത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി അദ്ദേഹം വേദം ഗ്രഹിക്കുകയും അദ്ദേഹം നമ്പൂതിരിയായി മാറുകയാണുണ്ടായത്. നരസിംഹൻ നമ്പൂതിരി എന്ന പേരിലാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത്. ഈ നരസിംഹൻ നമ്പൂതിരി കമല അന്തർജനത്തെ വേളി കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വല്ലാത്ത ഒരു അവസ്ഥയിലായി. രാമസിംഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുധർമ്മത്തിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലർക്കും അതൊരു വലിയ വിഷമമായി. അദ്ദേഹം തൻ്റെ എസ്റ്റേറ്റിലെ കുഞ്ഞലവി എന്നോ സീതലവി എന്നോ മറ്റോ പറയുന്ന ഒരാളോട് ഈ കാര്യം പറയുകയും ചെയ്തു, ഹിന്ദുധർമ്മത്തിലേക്ക് കടന്നു വരൂ. ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ കുഞ്ഞലവിയോ മറ്റോ പറയുന്ന ആ ജോലിക്കാരൻ നേരെ മലപ്പുറത്തെ ഒരു പള്ളിയിൽ പോയി അവിടെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട ആളോട് വിവരം പറഞ്ഞു. തുടർന്ന് അവർ തീരുമാനിക്കുകയാണ് രാമസിംഹനെയും കുടുംബത്തെയും വധിക്കണമെന്ന്. അങ്ങനെ 2 തവണ നേരത്തെ വധിക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നു. ആ ശ്രമം പരാജയപ്പെട്ടു. 3-ാമത്തെ ദിവസം നമ്മൾ ഈ കാണുന്ന ഈ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് മുന്നിലുള്ള MES മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന ആ പ്രദേശത്തുള്ള രാമസിംഹൻ്റെ ബംഗ്ലാവിലേക്ക് 1947 ഓഗസ്റ്റ് 2-ന് അർദ്ധരാത്രിയിൽ ഒരു സംഘം ആളുകൾ കടന്ന് രാമസിംഹനെയും അനുജൻ ദയാസിംഹനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലാന്തർജനത്തെയും വെട്ടിക്കൊല്ലുകയാണ്. ഒപ്പം രാജു അയ്യരെയും വെട്ടി. രാജു അയ്യർ അവിടെ വെച്ച് മരിച്ചില്ല. അവിടുന്ന് മതിലെല്ലാം ചാടിക്കടന്ന് അദ്ദേഹം ഇവിടെയുള്ള ഒരു പിഷാരടിയുടെ വീട്ടിൽ അഭയം തേടി. അവിടെ വെച്ച് ഈ പിഷാരടിയുടെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവങ്ങളെല്ലാം പുറം ലോകത്തെ ഈ രാജു അയ്യർ അറിയിക്കുന്നത്. കൊളത്തൂർ പോലീസ് ഔട്ട് പോസ്റ്റിൽ നിന്നും ഒരു ഹെഡ് കോൺസ്റ്റബിൾ വന്നിട്ടാണ് ഈ ഇദ്ദേഹത്തെ ആശുപത്രിയിലാക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമാണ് രാജു അയ്യർ ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മരിച്ച് ഒരാഴ്ചക്കുള്ളിൽ നോക്കണം, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ രാജ്യം ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം നരഹത്യ ഇവിടെ നടക്കുന്നത്. ഈ ഒരു മതിലൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഏകദേശം നശിച്ചു കഴിഞ്ഞു. അന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ MES കോളേജ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ബംഗ്ലാവും പിന്നെ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊരു റബ്ബർ ഇത് ചെയ്യുന്നത് പാലെടുക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു ചായക്കടയായിട്ട് മാറിയതായിട്ട് ഓർമ്മയുണ്ട്. ഇതെല്ലാം 50-നും 60-നും ഇടയിൽ നടന്ന സംഭവങ്ങളാണ്. അതിൻ്റെ മുന്നേ ആണ് അത്ര ഈ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഇത് ജനേട്ടൻ പറഞ്ഞ കഥയാണ്. ഇവിടെ ഇങ്ങനെ ഈ ഉണ്ണീൻ സാഹിബിൻ്റെ കൊലയും അവരുടെ കല്യാണം കഴിച്ച അന്തർജനത്തിനെ വെട്ടിക്കൊന്ന് ഈ ബംഗ്ലാവിൽ അതിൻ്റെ രക്തക്കറ കൈ
ഈ രക്തക്കറയുള്ള കൈ ഇവിടെ പതിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബംഗ്ലാവ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഇപ്പോൾ ഇവരുടെ ഈ MES കോളേജ് തുടങ്ങിയിരിക്കുന്നത്. ആഗസ്റ്റ് 2 1947 ഓഗസ്റ്റ് 2 പുലർച്ചെ അർദ്ധരാത്രിക്ക്, അത് കഴിഞ്ഞ് ഒരു 7 ദിവസം, ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ രാമസിംഹൻ പുനരുദ്ധാരണം ചെയ്ത ക്ഷേത്രം പൂർണ്ണമായും അടിച്ചുടച്ചു. അന്ന് അടിച്ചുടച്ച വിഗ്രഹത്തിൻ്റെ കഷണങ്ങളാണ് ഈ ഇരിക്കുന്നത്. അന്നത്തെ പരുക്കുകളാണ് ഈ വിഗ്രഹത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത്. അതിനുശേഷം വീണ്ടും ഇത് കാടുമൂടി കിടന്നു. തുടർന്ന് ഇവിടെ CP ജനേട്ടൻ ഉൾപ്പെടെയുള്ള, രാധാകൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാം നേതൃത്വത്തിൽ ഈ ക്ഷേത്രം വീണ്ടും പുനരുദ്ധാരണം ചെയ്തിരിക്കുകയാണ്. അവരാണ് ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ലക്ഷ്മി നരസിംഹഭാവത്തിലുള്ള നരസിംഹമൂർത്തി ക്ഷേത്രമാണ് ഇവിടുത്തെ. നരസിംഹമൂർത്തി സ്വാമികളാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. നരസിംഹമൂർത്തിയാണ് പ്രധാന പ്രതിഷ്ഠ. ഉപദേവതകളായിട്ട് തുല്യ പ്രാധാന്യമുള്ള ഭഗവതി ഭദ്രകാളി ഉണ്ട്, ഗണപതി ഭഗവാനുണ്ട്, മുരുകനുണ്ട്, ശ്രീധർമ്മശാസ്താവുണ്ട്, അയ്യപ്പൻ, അതുപോലെ നാഗദേവത ഉണ്ട്. യോഗികളുമായിട്ട് ഈ ക്ഷേത്രത്തിന് പ്രത്യേക ഒരു ബന്ധമുണ്ട് പഴയ കാലം മുതൽക്ക് തന്നെ. കാരണം യോഗി പാരമ്പര്യമുണ്ട്. ഇത് മാട്ടുമ്മൽ ക്ഷേത്രമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ, ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം മാട്ടുമ്മൽ നരസിംഹമൂർത്തി എന്നാണ്. അപ്പോൾ ഈ ഗോക്കളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ പേരുകൾ തന്നെ നമുക്ക് കിട്ടാൻ കഴിയും. മലബാർ പ്രദേശത്ത് ഹൈന്ദവ നവോത്ഥാന ചരിത്രം വഹിക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രം പോലെ തന്നെ മാട്ടുമ്മൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രവും പ്രധാന സ്ഥാനത്താണ് ഉള്ളത്. നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ ചരിത്രം പേറുന്ന ഒരു മഹാക്ഷേത്രം, 4000 വർഷങ്ങൾക്ക് പഴക്കമുണ്ടെന്ന് പറയുന്ന ഈ ക്ഷേത്രം എല്ലാവരുടെയും കുറേ പുണ്യസൂരികളുടെ പ്രവൃത്തി കൊണ്ട്, അവരുടെ കർമ്മഫലം കൊണ്ട് പുനരുദ്ധരിക്കപ്പെട്ടു. വ്യക്തമായിട്ട് നമുക്കറിയാം, ഒരേ കാലഘട്ടത്തിലെ വിഗ്രഹങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല, പല സമയങ്ങളിലുള്ള കാലഘട്ടങ്ങളിലുള്ള വിഗ്രഹങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് ആ പീഠക്കല്ലുകൾ നോക്കിയാൽ തന്നെ വളരെ വ്യക്തമാണ്. ഇനി ഇതിൻ്റെ മറ്റ് നിരവധി അവശിഷ്ടങ്ങൾ ഈ റോഡിൻ്റെ തെക്കേ തലയ്ക്കിൽ ആ കയറ്റമുള്ള ഭാഗത്ത് കൊണ്ടുപോയിട്ട് അമർത്തി മണ്ണിട്ട് മൂടിയിട്ടാണ് അവർ അപ്പുറത്തുള്ള കോറിയിലേക്ക് മഴക്കാലത്ത് റോഡ് വെട്ടിയത്. അപ്പോൾ അവിടെ ആ റോഡ് മാന്തി കഴിഞ്ഞാൽ നമ്മുടെ നിരവധി ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഭൂരിപക്ഷ അവശിഷ്ടങ്ങൾ ആ റോഡിൻ്റെ അടിയിലാണ്. മാന്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതുമാണ്. ഒരു പ്രത്യേകമായ ഒരു വലയത്തിലാക്കി ഇവിടെ തകർക്കപ്പെട്ട വിഗ്രഹങ്ങൾ നോക്കൂ. ദ്വാരപാലകരുടെ ശില്പമാണ്, കൈകാലുകളെല്ലാം വെട്ടിമാറ്റിയ ദ്വാരപാലകരുടെ ശില്പം, അതുപോലെ തന്നെ സോപാനം, ഇതെല്ലാം ഒരു വളരെ ഭംഗിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു ചരിത്ര മ്യൂസിയത്തിൻ്റെ ഒരു ചെറിയൊരു പതിപ്പാണിത്. അപ്പോൾ വരാനിരിക്കുന്ന തലമുറ മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹക്ഷേത്രം പഴയകാലത്ത് തകർത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തെളിവ് എന്ന് ചോദിച്ചാൽ പറയാം, ഇതാ തെളിവ്, ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. ഇവിടുത്തെ എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കാരോടും ഈ ഒരു എപ്പിസോഡിൽ, ഈ ഒരു അധ്യായത്തിൽ പറയാനുള്ളത്, ഇത്തരത്തിൽ പുനരുദ്ധാരണം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ, ക്ഷേത്രാവശിഷ്ടങ്ങൾ നിങ്ങൾ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ചെറിയ സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം. നമ്മളുടെ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് അങ്ങാടിപ്പുറം, രാമന്തോള, കൊളത്തൂർ, പുഴക്കാട്ടിരി, അങ്ങനെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗം മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവരും, അതുപോലെ നമ്മുടെ ജയലളിതയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന സുന്ദരയ്യർ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ, അതേപോലുള്ള മഹാരഥന്മാർ കാഞ്ചി കാമകോടി, ശൃംഗേരി സ്വാമികൾ, അവരുടെ എല്ലാ സഹകരണം കൊണ്ടാണ് ഇവിടെ നമുക്കിന്ന് ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ശ്രീകോവിൽ ഭക്തജനങ്ങളുടെ സഹകരണം കൊണ്ടുണ്ടാക്കി നാലമ്പലം വാതാലയ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണ്. അവരാണ് നമുക്ക് നാലമ്പലം ഉണ്ടാക്കി തന്നത്. എല്ലാ മാസവും തിരുവോണം നാൾക്ക് അവരുടെ വക ഒരു പ്രസാദ കൂട്ട് ഇന്ന് ഈ അമ്പലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഒരു മഹാക്ഷേത്രമാകുമ്പോൾ കൊടിമരം ഒക്കെ വേണം, അങ്ങനെ ആകുമ്പോഴേ പൂർണ്ണത കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴേ ഉത്സവത്തിന് സ്ഥാനമുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഈ വെടിക്കെട്ട്, ആനകളുടെ സാന്നിധ്യം ഇതൊക്കെ കുറവാണ്. അത് ആവശ്യമില്ല എന്ന് തന്ത്രി തന്നെ പറയേണ്ടതുണ്ട്. അപ്പോൾ ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കാര്യം ചിന്തിക്കുക. അതുവരെ ഇപ്പോൾ മറ്റ് ചടങ്ങുകളാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരുപാട് എല്ലാ മാസത്തിലും തിരുവോണം, ഭഗവാന്റെ നാളായിട്ടുള്ള തിരുവോണത്തിന് തിരുവോണ പൂജ എന്ന് പറഞ്ഞൊരു പൂജ, അത് ഇച്ഛിക്കുന്ന കാര്യം എന്താ പറയുക, ഇഷ്ട കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ആ വഴിപാടാണ് ഒന്ന് തിരുവോണ പൂജ. പിന്നെ സാധാരണ പോലെ ഏറ്റവും വലിയ പൂജയായിട്ട് ഉദയാസ്തമന പൂജ ചെയ്യുന്നുണ്ട്. പുറത്തെ ക്ഷേത്രക്കുളമാണ് ഇത് മുമ്പിലുള്ളത്. ഇത് നമ്മുടെ 3/4 ഭാഗവും പണി തീർന്നു. ബാക്കിയുള്ള പണി നമുക്ക് ഇനി നടത്തേണ്ടതായിട്ടുണ്ട്, ബാക്കി കിടക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അതിന് വളരെ പരാധീനതയുണ്ട്. ഉള്ളിൽ ഇപ്പോൾ ശാന്തിക്കാരന് താമസിക്കാനുള്ളതായിട്ടുള്ള ശാന്തിയുടെ വസതി, ആ വസതി ഗ്രഹം ഇപ്പോൾ 4 ദിവസം മുമ്പ് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ശാന്തിയും കുടുംബവും ഇപ്പോൾ അതിൽ താമസിക്കുകയാണ്. ഏകദേശം 4 ലക്ഷം ഉറുപ്പിയോളം നമുക്കതിന് ചിലവായി കഴിഞ്ഞു. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊരു കുളം നിൽക്കുന്നുണ്ട്, തൂർന്ന് മണ്ണടിഞ്ഞ് കിടക്കുന്നതാണ്. നമ്മളെ പരാധീനത കാരണം ആ കുളം നമുക്ക് നേരെയാക്കാൻ സാധിച്ചിട്ടില്ല. വളരെ വിശാലമായ 1 ചില്ലാനം മീറ്റർ വീതിയുള്ള പടവോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രക്കുളമാണ്. ആ ക്ഷേത്രക്കുളമാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് വഖഫിൻ്റെതാണ് എന്ന് വാക്കാൽ പറഞ്ഞ് നമ്മളെ ഒന്ന് ഞെട്ടിച്ചു പോയിരിക്കുക. നമ്മുടെ റെക്കോർഡൊക്കെ വേണമെന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി. നമ്മൾ അവരുടെ റെക്കോർഡ് നമുക്ക് തരാനും നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം നമ്മൾ മറ്റുള്ള സ്ഥലം വാങ്ങിയ കക്ഷിയുടെ നിർദ്ദേശം അനുസരിച്ചും നമ്മുടെ നിർദ്ദേശം അനുസരിച്ചും നമ്മൾ അവരുടെ വീതി അളന്ന് കുറ്റിയടിച്ചു കൊടുത്ത് അതിൽ കൂടെ ഇപ്പോൾ മതിൽ കെട്ടിയത് പുതിയ മതിൽ. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ദൈന്യതയുടെ ഒരു പരിച്ഛേദമാണ് മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹക്ഷേത്രം. ഇതുപോലെ കേരളത്തിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന അനേകം ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രഭൂമികളിലൂടെ എല്ലാം ഞങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഏതാനും ക്ഷേത്രങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതുപോലെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, അവയുടെ ചരിത്രങ്ങൾ എല്ലാം ഈ പരമ്പരയിലൂടെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. മറ്റൊരു തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ പുതിയ അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും നമസ്കാരം.